ഹായ് സ്റ്റുഡൻസ്, എ ബുക്ക് ഫോർ പുച്കു എന്ന് പറഞ്ഞിട്ടുള്ള രസകരമായിട്ടുള്ളൊരു സ്റ്റോറിയാണ് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. 3rd യൂണിറ്റിലെ അവസാനത്തെ ചാപ്റ്ററാണിത് കേട്ടോ. പുച്കു പുച്കു വേർ ആർ യു പുച്കു. അപ്പോൾ പുച്കുവിനോട് നീ എവിടെയാണ് എന്ന് ചോദിക്കുകയാണ്. പുച്കു ഹാവ് എ ബാത്ത്, നീ പോയി കുളിക്കൂ. ഹാവ് എ ഫുഡ്, ഭക്ഷണം കഴിക്കൂ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് പുച്കുവിനെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലേ. പുച്കു ഗോ ടു ദ ക്ലാസ്, പുച്കു ഡു യുവർ ഹോം വർക്ക്, ബട്ട് വേർ ഈസ് പുച്കു. അപ്പോൾ പുച്കുവിനെ അമ്മ ഇങ്ങനെ വിളിക്കുകയാണ്. ക്ലാസ്സിൽ പോകണ്ടേ, ഹോംവർക്ക് ചെയ്യണ്ടേ, പക്ഷേ എവിടെയാണ് ഈ പുച്കു പോയി കിടക്കുന്നതെന്ന് അറിയില്ലല്ലോ. അപ്പോൾ ഈ പിക്ചറിൽ കാണാം പുച്കു എന്താണ് ചെയ്യുന്നതെന്ന് അല്ലേ. എന്താ അവൾ ചെയ്യുന്നത്? ഷീ ഈസ് റീഡിങ്. പുച്കു വാസ് നോവേർ ടു ബി സീൻ. അങ്ങനെ എത്ര വിളിച്ചിട്ടും അവളെ കാണാനില്ല. ഷീ വാസ് ഹൈഡിങ് ഇൻ എ കോർണർ റീഡിങ് എ ബുക്ക്. അവൾ എന്താണ് ഒരു മൂലയിൽ ഒളിച്ചിരുന്നുകൊണ്ട് പുസ്തകം വായിക്കുകയാണ്. പുച്കു ലവ്ഡ് റീഡിങ് സിറ്റിംഗ് എനിവെയർ, അറ്റ് ഹോം, ഇൻ സ്കൂൾ, ഇൻ ബെഡ് ഓർ ഈവൻ ഇൻ ദ പാർക്ക്. അപ്പോൾ ഇവൾക്ക് എന്താണ് വായിക്കാൻ വളരെയധികം ഇഷ്ടമാണ്. ഇനിയിപ്പോൾ എവിടെയായാലും, വീട്ടിലായാലും സ്കൂളിലായാലും ഈവൻ ബെഡിലായാലും പാർക്കിലായാലും ഒക്കെ എന്താണ് എവിടെയൊക്കെ ഇരുന്ന് പുസ്തകങ്ങൾ വായിക്കാൻ അവൾക്ക് വളരെ ഇഷ്ടമാണ്. ഷി ലവ്ഡ് ഹൗ ലെറ്റേഴ്സ് ബിക്കം വേർഡ്സ് ആൻഡ് വേർഡ്സ് ബിക്കം സ്റ്റോറീസ്. അപ്പോൾ അവൾ എന്താണ് ഓരോ അക്ഷരങ്ങൾ വാക്കുകളായി മാറുന്നതും ഈ വാക്കുകളിലൂടെ സ്റ്റോറീസായി മാറുന്നതൊക്കെ ഇങ്ങനെ കാണാൻ അല്ലെങ്കിൽ ആ പുസ്തകത്തിനെ വായിക്കാൻ അവൾക്ക് ഒരുപാട് ഇഷ്ടമാണ്. ബുക്സ് ആർ സോ മച്ച് മോർ ഫൺ. അവൾ ഷി ടെൽസ് ഹർ ഫ്രണ്ട്സ് ബോൾട്ടു ആൻഡ് ഡോഡ്ല. അവളുടെ ഫ്രണ്ട്സായ ബോൾട്ടുവിനോട് ഡോഡ്ലയോട് അവൾ എപ്പോഴും പറയുന്ന കാര്യം എന്താണ്? ബുക്സ് ആർ മച്ച് മോർ ഫൺ. വളരെ എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഫണ്ണായിട്ടുള്ളൊരു കാര്യമാണ് ബുക്സ്. ദേ ടേക്ക് മീ ഓൺ എ ബിഗ് അഡ്വെഞ്ചേഴ്സ്. അവരെന്താണ് എന്നെ വലിയ വലിയ സാഹസിക യാത്രകളിലേക്കൊക്കെ കൊണ്ടുപോകാറുണ്ട് ബുക്സ്. വൺ ഡേ പുച്കു ഫേസ്ഡ് എ ബിഗ് പ്രോബ്ലം. അങ്ങനെയിരിക്കെ ഒരു ദിവസം അവൾ ഒരു വലിയ പ്രശ്നത്തിൽ പെടുകയാണ്. ഷീ ഹാഡ് റെഡ് ഓൾ ദ ബുക്സ് ഓൺ ദ ലോവർ റാക്സ് ഓഫ് ദ ഷെൽഫ് ഇൻ ദ ലൈബ്രറി. അപ്പോൾ പിക്ചറിൽ കാണാം ലൈബ്രറിയിൽ പുസ്തകങ്ങൾ വെക്കുന്ന റാക്ക് ഉണ്ട് അല്ലേ. ആ പുസ്തകങ്ങൾ വെക്കുന്ന റാക്കിൻ്റെ താഴെ തട്ടിലുള്ള എല്ലാ ബുക്സും അവൾ വായിച്ചു കഴിഞ്ഞു. ഹോ നോ, പുച്കു ഗ്യാസ്പ്ഡ്. വാട്ട് ഡു ഐ ഡു നൗ? ഞാൻ ഇനി എന്ത് ചെയ്യും എന്ന് പറഞ്ഞ് അവൾ നോക്കിയിരിക്കുകയാണ്. ഷീ ലുക്ക്ഡ് അപ്പ് ആൻഡ് സോ ദ അപ്പർ റാക്സ് ഫുൾ ഓഫ് ബുക്സ് ബട്ട് ദേ വർ ടു ഹൈ. അങ്ങനെ ആ റാക്കിൻ്റെ മുകളിലേക്ക് അവൾ നോക്കുകയാണ്. ആ പിക്ചറിൽ കാണാം മുകളിൽ ഒരുപാട് ബുക്സ് ഉണ്ട്, പക്ഷേ എന്താണ് അതുപോലെ ഒരുപാട് ഉയരത്തിലാണ്. അവൾക്കത് എത്തിപ്പിടിക്കാൻ പറ്റുന്നതായിരുന്നില്ല. ആ ബുക്സ് ഒന്നും സ്വന്തമായിട്ട് എടുക്കാൻ കഴിഞ്ഞില്ല അവൾക്ക്. ഐ ഹാവ് എൻ ഐഡിയ. ഷീ കാൾഡ് ബോൾട്ടു ആൻഡ് ഡോഡ്ല, ലെറ്റ്സ് മേക്ക് ഇറ്റ് ടവർ. അവൾ എന്താ പറഞ്ഞാൽ എനിക്കൊരു ഐഡിയ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് തൻ്റെ ഫ്രണ്ട്സിനെ വിളിക്കുകയാണ്. എന്നിട്ട് ലെറ്റ്സ് മേക്ക് എ ടവർ, നമുക്കൊരു ടവർ ഉണ്ടാക്കാം. എങ്ങനെ അവർ ടവർ ഉണ്ടാക്കിയത്? പിക്ചറിൽ കാണാമല്ലേ, ഒരാൾ മറ്റൊരാളുടെ മുകളിൽ ഇങ്ങനെ കയറി നിന്നുകൊണ്ടാണ് അവർ ടവർ ഉണ്ടാക്കിയത്. Boltu stood on Dodla's shoulders and Puchku climbed on top. ബോൾട്ടു ഡോഡ്ലയുടെ ഷോൾഡറിൽ കയറി അല്ലേ, അതിൻ്റെ മുകളിൽ ആര്? പുച്കു കയറി. അങ്ങനെ അവരൊരു ടവർ പോലെ നിന്നു. വിബിൾ വൂബിൾ ക്രാഷ്. പക്ഷെ എന്താ സംഭവിച്ചത്? വിബിൾ വൂബിൾ എന്ന് പറഞ്ഞാൽ അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ആടി ഉലിയാൻ തുടങ്ങി, ബാലൻസ് പോയിക്കൊണ്ട്. ദെൻ ക്രാഷ്. അവരെന്താണ് താഴേക്ക് പതിക്കാണ്. ദേ ടെമ്പിൾഡ് ഡൗൺ. അവർ താഴേക്ക് വീണ് പോവുകയാണ്. ഇൻ എ ഹീപ്പ് ലാഫിങ്. ഒരു കൂന പോലെ ഇവർ 3 പേരും ഒരുമിച്ച് താഴേക്ക് വീണു. എന്നിട്ട് അവരവിടെ കടന്ന് ചിരിക്കുകയാണല്ലേ, ഒരു തമാശ പോലെ എല്ലാവരും വീണ് അവർ ചിരിക്കുകയാണ്. ഇനി അടുത്ത മെത്തേഡായിട്ട് അവൾ എന്താ ചെയ്തത്? ദെൻ ഷീ ട്രൈഡ് യൂസിങ് ദ ചെയേഴ്സ്. പിന്നെ അവൾ ചെയറുകളിങ്ങനെ മുകളിലായിട്ടിട്ട് കയറാൻ തുടങ്ങി. ആ പിക്ചറിൽ കാണാം. ബട്ട് വിബിൾ വബിൾ ദി വുഡിൻ സ്റ്റേ സ്റ്റിൽ. പക്ഷേ എന്താണ് ഈ ചെയറുകളിങ്ങനെ ആടിക്കൊണ്ടേയിരുന്നു, അവർ അനങ്ങാതെ നിന്നില്ല. ജസ്റ്റ് ദെൻ ദ ടോൾ ലൈബ്രറിയൻ സോ ഹെർ. ഷീ ചക്കിൾഡ് ആൻഡ് ലിഫ്റ്റഡ് പുച്കു ടോപ്പ് ടു റീച്ച് ദ ബുക്സ്. ഇതൊക്കെ കാണുന്നുണ്ടായിരുന്നു ടോളായിട്ടുള്ള നീളം കൂടിയ ഒരു ലൈബ്രറിയൻ അവിടെ ഉണ്ടായിരുന്നു. ഷീ ചക്കിൾഡ്. ചക്കിളി പറഞ്ഞാൽ സ്മൈൽ ചെയ്തു. ഈ കുട്ടികൾ കാണിക്കുന്നത് കണ്ടിട്ട് ഇവർ ചിരിച്ചുകൊണ്ട് വന്നു. എന്നിട്ടോ ലിഫ്റ്റഡ് പുച്കു അപ്പ് ടു റീച്ച് ദ ബുക്ക്. ഇവർ വന്നിട്ട് പുച്കുവിനെ എടുത്ത് പൊക്കുകയാണല്ലേ. അവർ പുസ്തകത്തിലേക്ക് എത്തുന്ന രീതിയിൽ അവളെ എടുക്കുകയാണ്. ഹിയർ യു ഗോ, നെക്സ്റ്റ് ടൈം ജസ്റ്റ് ആസ്ക്.
ഷീ സെഡ് വിത്ത് എ സ്മൈൽ. അപ്പോൾ ചിരിച്ചുകൊണ്ട് അവർ പറയാണ്, ഹിയർ യു ഗോ, നിനക്ക് വേണ്ട ബുക്ക് എടുത്തോ, അതുപോലെ തന്നെ നെക്സ്റ്റ് ടൈം എന്നോട് വന്ന് ചോദിച്ചാൽ മതി, ഇതുപോലത്തെ പണികളൊന്നും ചെയ്യരുത് എന്ന് ചിരിച്ചുകൊണ്ട് പറയുകയാണല്ലേ. താങ്ക് യു, പുഷ്കു വിസ്പേർഡ് ഗ്രാബിങ് എ ഷൈനി ബുക്ക്. ഒരു തിളക്കമുള്ള ബുക്ക് എടുത്തുകൊണ്ട് താങ്ക്സ് പറയാണ്. ആ ലൈബ്രറിയനോട് അവൾ താങ്ക്സ് പറയാണ്. ഷീ ഓപ്പൺഡ് ഇറ്റ്, ആ ബുക്ക് തുറക്കുകയാണ്. ഓപ്പൺഡ് ഇറ്റ്. ഹൂഷ്, ദ വേർഡ്സ് ടേൺഡ് ഇൻ ടു ഹർ നെക്സ്റ്റ് ബിഗ് അഡ്വെഞ്ചർ. അപ്പോൾ ആ ബുക്കിലുള്ള വാക്കുകൾ എന്താണ്, അവളെ സംബന്ധിച്ച് അടുത്ത ഒരു വലിയ സാഹസിക യാത്രയായിരുന്നു. അത്രയും വായിക്കാൻ അവൾക്ക് ഇഷ്ടമായിരുന്നു അല്ലേ. അപ്പോൾ ഈ സ്റ്റോറിയിൽ വായന അത്ര ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ പുസ്തകങ്ങളെ സ്നേഹിക്കുന്ന പുഷ്കുവിനെ കുറിച്ചാണ് പറഞ്ഞിട്ടുള്ളത് അല്ലേ. ഈ ചാപ്റ്ററിൽ ഒരേ ഒരു ആക്ടിവിറ്റിയേ ഉള്ളൂ. അതെന്താണ്, ഒരു പിക്ചർ സ്റ്റോറി കാർഡാണ്. Look at the pictures given below. Write the events related to the pictures. Give suitable title. ഈ പിക്ചേഴ്സ് നോക്കിക്കൊണ്ടൊരു സ്റ്റോറി എഴുതാനാണ്. അതുപോലെ തന്നെ സ്റ്റോറിക്കൊരു ടൈറ്റിലും കൊടുക്കണം. അപ്പം നമുക്ക് എന്ത് ടൈറ്റിൽ കൊടുക്കാം? ദ മാജിക് ബുക്ക് എന്ന് ടൈറ്റിൽ കൊടുക്കാം. ഓക്കെ, അതിൽ ഫസ്റ്റത്തെ പിക്ചർ എന്നാണ്, വൺ ഡേ എ ഗേൾ നെയ്മഡ് വീണ വെൻറ്റ് ടു ദ ലൈബ്രറി. ഷി ലവ്ഡ് റീഡിങ് ബുക്സ്. ഒരു ദിവസം വീണ എന്ന പേരിലുള്ള ഒരു പെൺകുട്ടി എന്നാണ് ലൈബ്രറിയിലേക്ക് പോയി. അവൾ വായിക്കാൻ അത്ര ഇഷ്ടമുള്ള ഒരാളായിരുന്നു. രണ്ടാമത്തെ പിക്ചറിൽ, ഷി ആസ്ക്ഡ് ദ ലൈബ്രറിയൻ ഫോർ എ ഗുഡ് ബുക്ക്. ദ കൈൻഡ് ലൈബ്രറിയൻ ഗിവ് ഹർ എ ബിഗ് ഷൈനി ബുക്ക്. അപ്പോൾ അവിടെയുള്ള ലൈബ്രറിയനോട് അവൾ എന്താണ്, ഒരു പുസ്തകം ആവശ്യപ്പെട്ടു. ലൈബ്രറിയൻ വളരെ തിളക്കമുള്ള ഒരു വലിയ പുസ്തകമാണ് അവൾക്ക് കൊടുത്തത്. ഷീ ഓപ്പൺഡ് ദ ബുക്ക്. സഡൻലി മാജിക്കൽ ലൈറ്റ്സ് ആൻഡ് അനിമൽസ് ഫ്ലൂ ഔട്ട് ഓഫ് ദ ബുക്ക്. അങ്ങനെ അവളൊരു കോർണറിലിരുന്നു കൊണ്ട് ആ പുസ്തകം തുറക്കുകയാണ്. പെട്ടെന്ന് എന്താണ്, ഒരു മാജിക് പോലെ ലൈറ്റ്സും ഒരുപാട് അനിമൽസൊക്കെ ആ പുസ്തകത്തിൽ നിന്നും പുറത്തേക്ക് വരികയാണ്. ഷി വാസ് സർപ്രൈസ്ഡ് ബട്ട് വെരി ഹാപ്പി. അവളെന്നാണ് ഒരുപാട് സർപ്രൈസ്ഡായി, അതുപോലെ തന്നെ ഒരുപാട് സന്തോഷവതിയുമായി. ഷീ സോ എ ബ്രൈറ്റ് ഡോർ ഫുൾ ഓഫ് ലൈറ്റ്സ് ആൻഡ് വാക്ക് ത്രൂ ഇറ്റ്. പിന്നീട് എന്താണ്, ഒരു ഡോറ് കാണുകയാണ് അല്ലേ, വളരെ ലൈറ്റൊക്കെ നിറഞ്ഞ കളർഫുള്ളായിട്ടുള്ളൊരു ഡോർ കാണാണ്. അവൾ പതിയെ ആ ഡോറിലൂടെ നടന്നു പോയി. ഇൻസൈഡ് ഷീ ഫൗണ്ട് എ മാജിക് വേൾഡ്. ദർ വർ ഫ്ലൈയിങ് ബേർഡ്സ്, ടോക്കിംഗ് റാബിറ്റ്സ് ആൻഡ് ഗോൾഡൻ ട്രീസ്. അപ്പോൾ ആ ഒരു വാതിലിലൂടെ പോയപ്പോൾ അവൾ എന്താണ്, ഒരു മാജിക് ലോകത്തേക്ക് എത്തുകയാണ്. അവിടെ ഫ്ലൈയിങ് ബേർഡ്സ്, പറന്നുകൊണ്ടിരിക്കുന്ന ഒരുപാട് പക്ഷികളും, ടോക്കിംഗ് റാബിറ്റ്സ്, സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മുയലിനെയും, അതുപോലെ തന്നെ ഗോൾഡൻ ട്രീസ്, ഒരുപാട് സ്വർണ്ണ മരങ്ങളെയൊക്കെ അവൾ കാണുകയാണ്. ഷീ ഗോട്ട് വിങ്സ് ആൻഡ് സ്റ്റാർട്ടഡ് ഫ്ലൈയിങ് വിത്ത് അനിമൽസ്. പിന്നീട് എന്താണ്, അവൾക്ക് ചിറകുകൾ ലഭിക്കുകയാണ്. എന്നിട്ട് അവൾ അവിടെയുള്ള അനിമൽസിൻ്റെയും ബേർഡ്സിൻ്റെയൊക്കെ കൂടെ പറക്കാൻ തുടങ്ങി. ഷീ ഹാഡ് സോ മച്ച് ഫൺ ഇൻ ദ മാജിക് ലാൻഡ്. ആ ഒരു മാജിക് ലാൻഡിൽ അവൾ ഒരുപാട് എൻജോയ് ചെയ്ത് ഒരുപാട് ഫണ്ണൊക്കെ ആയി. സഡൻലി ദ ലൈബ്രറിയൻ കോൾഡ് ഹർ. പെട്ടെന്ന് ലൈബ്രറിയൻ അവളെ പിറകിൽ നിന്ന് വിളിക്കുകയാണ്. നൗ ഷീ ഈസ് ബാക്ക് ഇൻ ദ ലൈബ്രറി വിത്ത് ആൻ എക്സൈറ്റ്മെൻറ്റ് ഓൺ ഹെർ ഫേസ്. അപ്പോൾ അവൾ വീണ്ടും എന്താണ്, ആ ലൈബ്രറിയിലേക്ക് തിരിച്ചെത്താണ്. അവളുടെ മുഖത്തെന്താണ്, ഒരു എക്സൈറ്റ്മെൻറ്റ് ഉണ്ടായിരുന്നു അല്ലേ. ഷീ സ്മൈൽഡ് ആൻഡ് സ്റ്റാർട്ടഡ് റൈറ്റിംഗ് അബൌട്ട് ഹെർ മാജിക്കൽ അഡ്വഞ്ചർ. കുറച്ച് നേരം അവിടെ ചിരിച്ചുകൊണ്ടിരുന്നിട്ട് അവളെന്താണ്, തൻ്റെ ഈ ഒരു മാജിക്കൽ ജേണി ഉണ്ടല്ലോ, സാഹസികമായിട്ടുള്ള ഈ മാജിക്കലായിട്ടുള്ള ജേണിയെക്കുറിച്ച് അവളൊരു പുസ്തകത്തിൽ എഴുതുകയാണ്. അപ്പോൾ ഈ പിക്ചേഴ്സിൻ്റെ അടിസ്ഥാനത്തിലൊരു സിമ്പിളായിട്ടുള്ള സ്റ്റോറിയാണ് ഞാനവിടെ എഴുതിയിട്ടുള്ളത്. ഇനി നിങ്ങൾക്ക് എന്ത് ചെയ്യുക, നിങ്ങളുടെ ഭാവനയ്ക്കനുസരിച്ച് ഡിഫറെൻ്റായ രീതിയിൽ കുറച്ചുകൂടെ വലിയ രീതിയിലൊക്കെ സ്റ്റോറീസ് എഴുതാം, വേറെ ടൈറ്റിൽസൊക്കെ കൊടുത്ത്. ഇപ്പോൾ ലൈബ്രറിയനും അല്ലെങ്കിൽ ഈ അനിമൽസിനൊക്കെ പേരൊക്കെ കൊടുത്ത് കുറച്ചുകൂടെ ബ്യൂട്ടിഫുള്ളായിട്ട് സ്റ്റോറി എഴുതാവുന്നതാണ് കേട്ടോ. സോ നമ്മൾ 3rd യൂണിറ്റ് സക്സസ്ഫുള്ളായിട്ട് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അതിലെല്ലാ ചാപ്റ്റേഴ്സും ആക്ടിവിറ്റീസും ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. എല്ലാവരും നന്നായിട്ട് പഠിക്കുക. ഹോപ്പ് ഇറ്റ് ഈസ് ക്ലിയർ. കീപ്പ് വാച്ചിങ്. താങ്ക് യു ഓൾ.